പാപത്തിലേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ടെന്നാണ് ബൈബിൾ പറയണത്. മനസ്സിലായോ? വീണ്ടും പഴയ ജീവിതം നിങ്ങളുടെ ഉടമ്പടി ചിലരുടെ ഉടമ്പടി വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നു, എന്താണ്? ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ പാപത്തിലേക്കും ദൈവത്തെ നിരക്കാത്ത ജീവിതത്തിലേക്കും നിങ്ങൾ തിരിച്ചു പോകാമെന്ന്. മറിച്ച് ഈ രണ്ട് കക്ഷി, ഇപ്പോൾ അക്ഷിതയായാലും ശരി, നേരത്തെ വന്ന പ്രിൻസിലായാലും ശരി, അവരെ കർത്താവിനോട് സഹിത്വം വേണമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ടിൻഡു ടീച്ചറായാലും ശരി, കർത്താവിനോട് സഹിത്വം വേണമെന്നാണ് ചിന്തിച്ചത്. ഞങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകില്ല എന്ന്. അപ്പം ഞാൻ അക്ഷിതയോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രിൻസിലായോടും പറഞ്ഞു, നിന്നെ ഈ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പൈതൽ പോലെ ജീവിക്കാനുള്ള അവസരം നിനക്കുണ്ടാകും. അവർക്ക് എന്തു വേണ്ടി കർത്താവ് എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ ഇവിടെ പറയണില്ല, നിങ്ങൾ ആ സാക്ഷ്യം കേട്ടാൽ മതി. കർത്താവ് വിശ്വസ്തനാണെന്ന് മനസ്സിലാവും. കൈയിടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉടമ്പടി ഡിമാൻഡ്സ് ഇൻറ്റിമേറ്റ് ആൻഡ് ടൈറ്റ് റിലേഷൻ ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻ. ഉടമ്പടിയുടെ ഒരു വലിയ വസന്തം എന്താണെന്നറിയാവോ? നിങ്ങൾ പറയുന്ന വീട്, ജോലി, വിവാഹം, വാടകമൊന്നും വരും, ഇതൊക്കെ ദൈവത്തിന് ചുമ്മാ ഒരു സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ദൈവവുമായിട്ട് ഒരു നല്ല ആഴമായ സഹിത്വം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവുമായിട്ട് എന്നുവെച്ചാൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ച 50% താഴെയാണ് നിങ്ങളുടെ മാർക്ക്. ഇപ്പോൾ എന്തെങ്കിലും കാര്യം താമസിക്കുമ്പോഴേ, നിങ്ങൾക്ക് മെമ്മോ വരാൻ താമസിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് മെമ്മോ വന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മെമ്മോ വരാൻ വേണ്ടി ദൈവം ഏതാണ്ട് ഒരു ഗവൺമെൻറ് ഓഫീസറാണെന്നാണ് നിങ്ങൾ ധരിക്കണത്. നിങ്ങളുടെ ദൈവം ഗവൺമെൻറ് ഓഫീസറോ പോലീസ് ഓഫീസറോ ആണ്. കുട്ടി ദൈവങ്ങളാണെങ്കിൽ നിൻ്റെ കാര്യം പോക്ക. മറിച്ച് നിൻ്റെ ദൈവം നിൻ്റെ ജന്മത്തെക്കാളും ഈ ലോകത്തെക്കാളും വലിയവനാണ്. അങ്ങനെ നീ ചിന്തിച്ച് ദൈവത്തെ കൈവിട്ടാൽ, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തെ കൈവിട്ടാൽ അത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും വലുത്. ഇപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ജനമേ, എൻ്റെ മനസ്സിൽ കർത്താവിൻ്റെ ഒരു വചനം വന്ന്, എൻ്റെ ജനമേ കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തിയപ്പോൾ, എൻ്റെ ജനമേ കല്ലറ തുറന്ന് ഞാനാണ് നിന്നെ ഉയർത്തിയത്. അപ്പോൾ ഇങ്ങനൊരു വാക്ക് ആ വചനത്തിൽ ഉള്ളതാണ്. ഏതാണെന്ന് എനിക്ക് അറിയാതെ ഞാൻ പിന്നെ നോക്കിയെടുത്ത്, അതായത് രാവിലെ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വചനമാണ് നമ്മളെ തോണ്ടി വിളിക്കണത്. എന്താ വിളിക്കണത്? എൻ്റെ ജനമേ കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തി. അപ്പോൾ ഞാനാണ് നിൻ്റെ ദൈവം. അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. അതായത് ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കണത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എസെക്കിയേൽ 37:13 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എസെക്കിയേൽ 37:13 എൻ്റെ ജനമേ, എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഇതാണ് വിഷയം. ഞാനാണ് കർത്താവ്, നിന്റെ ദൈവം ഞാനാണ്. അതിന് ഒരിക്കൽ ദൈവവേദല് നിന്നെ കല്ലറ തുറന്ന് കർത്താവ് ഉയർത്തും. കടങ്ങളായാലും ശരി, ജോലി, വീട്, വിവാഹം, നിൻ്റെ രോഗം, എത്ര കല്ലറകളിൽ നിന്നാണ് കർത്താവ് നിന്നെ ഉയർത്തണത്. അപ്പോൾ ഒരിക്കൽ നീ കർത്താവിൻ്റെ അടയാളം കണ്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഞാനാണ് നിൻ്റെ ദൈവം. പിന്നെ എന്താ സംഭവിക്കണത്?
അതായത് വീണ്ടും നിങ്ങൾ അവയിൽ കുടുങ്ങി അവയാൽ തോൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ വഷളായിരിക്കും. ഹെബ്രായർ 4:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും. സംഭവിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. സംഭവിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. ഹെബ്രായർ 6:4. ഹെബ്രായർ 6:4. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പറഞ്ഞ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ഉടമ്പടിയിൽ വന്നു, നിങ്ങൾ ഉടമ്പടിയിലൂടെ അടയാളങ്ങൾ ലഭിച്ചു, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, നിത്യതയുടെയും സ്വർഗത്തിൻ്റെയും രുചി അറിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കാര്യം കണ്ടു എന്നും പറഞ്ഞിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ പിന്നെ നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഭയങ്കര സീരിയസ് വിഷയമായിട്ട് എടുക്കണം. കാരണം നിങ്ങൾ അനുതാപത്തിലേക്ക് പിന്നെ നയിച്ചാൽ, കാര്യം അനുതാപത്തേക്ക് നിൽക്കാൻ അസാധ്യമെന്നല്ലേ. കാര്യം ഉടമ്പടിയുടെ സമയത്ത് 2015 ആദ്യം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഒറ്റ വരിയാണ് എനിക്ക് തന്നത്. അതിൻ്റെ പകുതി തന്നത് വിജയകുമാറിനാണ്. വിജയകുമാർ എന്നോട് ദൈവം എഗ്രിമെൻ്റ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പേപ്പർ എടുത്ത് കൊടുത്തിട്ട് വേളാങ്കണ്ണി പള്ളിയിലെ 4 ജവന്മാരെ ചെല്ലാൻ ഞാൻ കിഴക്ക് വേകുലമാതാവിൻ്റെ അടുത്ത് പോയിട്ട് എഴുതിക്കൊണ്ട് തിരിച്ച് ഞാൻ വരുമ്പോൾ ഒരു പേപ്പർ മുഴുവൻ അനുഗ്രഹമാണ് എഴുതിക്കൊണ്ട് വന്നത്. സാറിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ മുഴുവനും പാപമാണ് എഴുതിയിരിക്കുന്നത്. അത് കൂട്ടി വായിച്ചപ്പോൾ വേളാങ്കണ്ണി മലയാളം പള്ളി വെച്ചാണ് അമ്മ പറഞ്ഞത്, അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ അനുതാപമാണ്. അനുതാപം. അപ്പോൾ ഒരിക്കൽ അനുതാപത്തിലേക്ക് നീ തിരിച്ചു വന്ന് വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം, കാര്യം കണ്ടതിന് ശേഷം വീണ്ടും പഴയ പാപജീവിതത്തിലേക്ക് പോയാൽ വീണ്ടും നിനക്ക് ഉടമ്പ് എടുക്കാനോ ദൈവത്തിൻ്റെ കൃപയിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ വരാനോ പറ്റത്തില്ല എന്ന് ഈശോയുടെ വചനം. അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മൾ സൂക്ഷിക്കാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും പാപത്തിന്റെ പഴയ വഴികൾ പൂർണ്ണമായി പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്നേഹമേ, സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ എബ്രായർ 4:6 വായിച്ചില്ലേ,
അവിടെ ഒരിക്കൽ പ്രകാശം ലഭിച്ചതിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നൽകുന്ന പല കാര്യങ്ങൾ അതെല്ലാം ബേസിക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും. അതാണ് സംഭവം. അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുന്നുവെന്നുള്ള ഒരു പ്രോസസ്സ്. ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അവഗണിച്ച് പോണ സംഭവം പരിശുദ്ധാത്മാവിനാണ്. നിങ്ങൾ പറയും ജോലി കിട്ടിയെന്നാണ് നിങ്ങൾ പറയണത് കല്യാണം നടന്നു, വസ്തു വിറ്റു എന്നാണ് പറയണത്. പക്ഷേ വചനം അങ്ങനെയല്ല പറയണത്. വചനം നിങ്ങളെ കല്ലറയും തുറന്ന്, കടത്തിൻ്റെ കല്ലറയിൽ നിന്ന്, രോഗത്തിൻ്റെ കല്ലറയിൽ നിന്ന്, കല്യാണം വെക്കാത്ത കല്ലറയിൽ നിന്ന്, പരീക്ഷ പരാജയത്തിൻ്റെ കല്ലറയിൽ നിന്ന്, എൻ്റെ ജനമേ ഞാൻ നിങ്ങളെ തുറന്നപ്പോഴേ എന്താ സംഭവിച്ചത്? ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പൻഡ്? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായെന്നാണ് പറയണത് വചനം. മനസ്സിലായില്ലേ? ഈ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന, ഇപ്പം തന്നെ ആ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആരാണ് അവരുടെ പേരെന്നാ? അതായത് ആ പാമ്പ് കടിയേറി ചേച്ചിയില്ലേ, അതായത് ആൻസി സണ്ണി. ആൻസി സണ്ണിക്ക് എന്താ സംഭവിച്ചിരിക്കണത്? ആൻസി സണ്ണിക്ക് അവരെ എല്ലാവരും പേടിക്കുമ്പോഴും അവർക്ക് അവരുടെ ഹൃദയത്തിന് ദൈവം പേടി കൊടുത്തില്ല, പൊതിഞ്ഞു കളഞ്ഞു. അല്ലേ? പേടിക്കേണ്ട ആളത് അവരാണ്, കണ്ടു നിന്നവരാണ്. കേട്ടവരും പേടിക്കുമ്പോഴും അത് കൊണ്ടവർ പേടിക്കാൻ നിൽക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ സംഭവത്തിൽ പരിശുദ്ധാത്മാവാണ് ഇവർക്ക് അഭിഷേകം കൊടുത്തിരിക്കുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസെക്കിയേലിൻ്റെ 36:26 വായിച്ചാൽ മതി. എസെക്കിയേൽ 36:26. ശ്രുതികട ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇതാ സംഭവം. എസെക്കിയേൽ 36:26 ആൻസി സണ്ണിയുടെ മരണത്തോട് മല്ലടിക്കുന്ന, പേടിപ്പിക്കുന്ന ഹൃദയത്തിന് പകരം അവർക്ക് എന്താണ്? ഭയമില്ലാത്തൊരു ഹൃദയം കൊടുത്തിരിക്കുകയാണ്. എന്താ സംഭവം? ഒരു പുതിയ ഹൃദയം. പറഞ്ഞേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അതാണ്. അതായത് പുതിയ ഹൃദയം കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കണത്? പുതിയ ചൈതന്യമാണ്, ആത്മാവിലാണ് കൊടുക്കുന്നത്. ആത്മാവിൽ പങ്കുകാരാകുകയാണ്. അപ്പം നിങ്ങൾക്ക് ഉടമ്പടി പ്രകാരം ഒരു അനുഭവം ഫിസിക്കൽ ഓർ സ്പിരിച്വൽ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശം ഉണ്ടായെന്ന്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാതെ ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാതെ. അതായത് ഇംഗ്ലീഷ് ബൈബിളാണ് ഞാൻ പറയണത്. മലയാളത്തിൽ ചൈതന്യം എന്നൊക്കെ എഴുതി വെച്ചിരിക്കണത്. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കണത് എന്താണ്? ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്. എസെക്കിയേൽ 36:26 ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്. ഒരു പുതിയ ഹൃദയം നൽകും. ഐ വിൽ പുട്ട് എ ന്യൂ സ്പിരിറ്റ് വിത്തിൻ യു. ഞാൻ നിനക്ക് ആത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായാലും അത് ദൈവം ഒരു ആത്മാവിനെ നമുക്ക് നൽകുന്നതാണ്, പരിശുദ്ധാത്മാവിനെ നൽകുന്നതാണ് ആ സംഭവം. അതായത് അത് ഏത് സമയത്ത് വേണമെങ്കിലും നൽകാം. ദൈവത്തിൻ്റെ ഒരു രീതി അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ സങ്കീർത്തനത്തിൻ്റെ 92:18 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. 92:10 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. അതായത് പുതിയ ചൈതന്യം, പുതിയ ആത്മാവ്, പുതിയ തൈലം എല്ലാം ഒരു മെറ്റഫോറിക്കലായിട്ട് ഒരു പ്രതീകങ്ങളാണ്. അതായത് എല്ലാം ഒന്ന് തന്നെയാണ്. അല്ല, ഓരോ ദിവസവും
നമുക്ക് ആവശ്യമായ ഉത്തരവാദിത്വത്തിന് നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്വം പറ്റുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യും. അതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും എൻ്റെ സ്നേഹം പുതിയതാണെന്ന് പറയണില്ലേ? വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങളെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിലാപം 3:23. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിലാപങ്ങൾ 3:23. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം, എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഫ് യു ആർ കൺഫ്രണ്ടിങ് എ ന്യൂ അസൈൻമെൻറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം പുതിയൊരു അസൈൻമെൻറ്റാണിത്. ഇപ്പം നിങ്ങൾ കുരിശിൻ്റെ വഴിയിലൊക്കെ പറയും, ഒരു വേദന തീരുന്ന മുമ്പ് വേറെ ഒരു വേദന വന്നു കഴിഞ്ഞു ഇല്ലേ? ഞാൻ സാഹിത്യമല്ല പറയണത്. ഒരു പുതിയ ഇഷ്യൂ വന്നാൽ, ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ഇഷ്യൂ വന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ സ്നേഹം വരാൻ പോകുന്നു എന്നാണ് ദൈവത്തിൻ്റെ. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പുതിയൊരു പ്രശ്നം വന്നാൽ, ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസാദം വരാൻ പോകുന്നു. കാര്യം ഈ പ്രശ്നത്തിൽ നിന്നാണ് ദൈവം പ്രസാദം വരാൻ ഡെവലപ്പ് ചെയ്യണത്. ഒരു പുതിയ പ്രശ്നം വന്നാൽ ദൈവത്തില് നീ വിശ്വസിക്കണം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താലാണ് എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത്. അവിടുന്ന് പുതിയ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണം. അതായത് ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസരിപ്പും പുതിയ പ്രഭാതവും പുതിയ അതുപോലെ തന്നെ പുതിയ അഭിഷേകവും കിട്ടാൻ വേണ്ടി ദൈവത്തിന്, അതായത് ആ വിഷയത്തിന് പറ്റിയ പരിശുദ്ധാത്മാവ് ഓരോ വിഷയങ്ങൾക്കും ഓരോ തരം ആത്മാവാണ്. ഇപ്പം പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് എന്താ വേണ്ടത്? അവർ സൗഖ്യപ്പെടുന്നവരെ ഭയപ്പെടരുത് അല്ലേ? അതിനുവേണ്ടി അവർ നിർഭയത്വത്തിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവാണ് കൊടുത്തിരിക്കുന്നത്, ധൈര്യത്തിൻ്റെ ആത്മാവ്. പക്ഷെ നാളെ നിനക്ക് ജപ്തിയാണെന്ന് വിചാരിച്ചോ, അപ്പോഴും ജപ്തി വരുമ്പോൾ നിനക്കുണ്ടാകണ എന്താണ്? ധൈര്യമല്ല വേണ്ടത്, ആക്ഷേപമാണ് ആൾക്കാരുടെ നടയിൽ. നമ്മുടെ വീട് കൊണ്ടുവന്ന് മുദ്ര വെക്കണമെങ്കിൽ നമുക്ക് പേടിയല്ലല്ലോ ഉള്ളത്, നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ കൊച്ചായി പോകുമെന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ അതിൻ്റെ വികാരം വേറെയാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ അസൈൻമെൻറ്റിന് വ്യത്യസ്തമായ ആത്മാഭിഷേകമാണ്. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. ആ സങ്കീർത്തനം 92:10. അതായത് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഓരോ പുതിയ അഭിഷേകം നമുക്ക് നൽകണത്. അപ്പോൾ ഇതിന് അനന്തമായ സാധ്യതകളാണ്. അതായത് നമ്മളെ ദൈവം സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ നിറക്കുന്നതിന് വ്യത്യസ്തമായ ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നത് അനുഭവങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഈ അനുഭവങ്ങളും ആത്മാഭിഷേകവും തമ്മിലാണ് കണക്റ്റഡ് ആകണത്. ഒരു പുതിയ അനുഭവം ഉണ്ടായാൽ, അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം പുതിയൊരു ദൈവാനുഭവം ഉണ്ടാകാൻ പോകണമെന്നാണ്. പുതിയ അനുഭവം, നമുക്കൊരു നെഗറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടായി, നമുക്ക് എന്താ പറയുക, പോസിറ്റീവായിട്ട് നമുക്ക് വേറൊരു അനുഭവം ഉണ്ടാകാൻ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ. മനസ്സിലായില്ലേ? അതാണ് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇത് നിങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ വേണ്ടിയാണ് അല്ലേ? ടേക്ക് ദ ബെഡ്. അപ്പോൾ അതായത് നടപടി പുസ്തകത്തിൻ്റെ ഈ 17:30 27 തൊട്ട് വായന. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17, 26, 27 തിരുവചനങ്ങൾ. ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലങ്ങൾ കണ്ടില്ലേ? ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. നമുക്ക് തരാൻ അഭിഷേകത്തിന് പുതിയ അഭിഷേകം. ഇപ്പം 92:10 നിനക്ക് ഞാൻ ഒരു പുതിയ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും, പുതിയ അഭിഷേകം അല്ലേ? അതുപോലെ തന്നെ അതുപോലെ തന്നെ വിലാപ പുസ്തകം 3:23 ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹം നൽകുമെന്ന് പറയും. അപ്പോഴിത് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്നത് പുതിയ കാലാവസ്ഥയിലൂടെ വരുമ്പോൾ പുതിയ അനുഭവവും പുതിയ അഭിഷേകവുമാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അമ്മയെപ്പോലെ ആയിരിക്കണം നമ്മൾ, ഞാനും നിങ്ങളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആവശ്യമില്ലാതെ നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്. മറിച്ച് എന്താണ്, അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൊണ്ടിരുന്നില്ല, ഓരോ വിഷയങ്ങൾക്കും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൊണ്ടിരുന്നത്. നമ്മളെ മരിയൻ സ്പിരിച്വാലിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി പവേഡ് ബൈ കവനൻ പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കാര്യം വെച്ചാൽ ഇതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. കാലങ്ങൾ ഇങ്ങനെ മാറി വന്നാലും ഇതുകൊണ്ട് ഇത് അറിയാവുന്ന ആൾക്കാരുമായിട്ടായിരിക്കണം നിങ്ങളുടെ ചങ്ങാത്തം. ഇതിനെക്കുറിച്ച് പുലബന്ധമില്ലാത്ത ആൾക്കാർ ചുമ്മാ നിസ്സാര കാര്യം വരുമ്പോൾ വെള്ളമടിക്കുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമഡി കണ്ട അല്ലെങ്കിൽ വേറെ സിനിമ കണ്ടോ അല്ലെങ്കിൽ വേറെ സെക്സ് കണ്ടോ ഒക്കെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടണത് ചുമ്മാ ഒരു പട്ടിഷോയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതല്ലല്ലോ വിഷയം. ഇങ്ങനെ ഈ ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ലല്ലോ. ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബി ബോൾഡ് ഇനഫ്. നിങ്ങളിതിനെ ഫേസ് ചെയ്യണം. ദൈവം ഉദ്ദേശിക്കണത് എന്താണ്? ദൈവം നിങ്ങളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു. എന്നെയും നിങ്ങളെയും പുതിയ അഭിഷേകം തരാൻ ഉദ്ദേശിക്കുന്നു. എന്നെയും നിങ്ങളെ പുതിയ സ്നേഹത്താൽ നിറക്കാൻ ഉദ്ദേശിക്കുന്നു. അതിന് പുതിയ കാലാവസ്ഥ തരുന്നു. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ പട്ടിഷോക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് മര്യാദക്ക് ദൈവത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ ഈ ദൈവവും നിങ്ങളും തമ്മിൽ വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. അതിൻ്റെ കാവൽക്കാരിയാണ് പരിശുദ്ധ അമ്മ, അതിൻ്റെ മാധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അമ്മയെപ്പോലെ ഉടമ്പടി കാലാവസ്ഥകള് വിവേചിച്ച് മനസ്സിലാക്കാനും ലോത്തിന്റെ ഭാര്യയെപ്പോലെ പഴയ പാപങ്ങളിലേക്ക് തിരികെ പോകാൻ അഭിവാഞ്ച കാണിക്കാതെ അബ്രഹത്തെ പോലെ തിരികെ പോകാൻ അവസരമുണ്ടായിട്ടും അവസരങ്ങളോട് എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വഴികളിലൂടെ ദൈവത്തിന്റെ കരം ഗ്രഹിച്ച് എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിലെ പൂർണ്ണമായി വിശ്വസിച്ചും പ്രത്യാശിച്ചും ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന സുവിശേഷ കൃപയിലെ എന്നെ ആമഗ്നമാക്കണമേ, അഭിഷേകം ചെയ്യണമേ. എല്ലാവരും മുട്ടേ നിൽക്കുക. അച്ഛൻ ഓരോ വിഷയങ്ങളും പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ മക്കളെ സ്വസ്തിക പോലെ കൈനെഞ്ചത്ത് വെച്ച് സർവം സമർപ്പിച്ച് കർത്തൃദിവസത്തിൽ അഭിഷേകം സ്വീകരിക്കുക. എഴുന്നേൽക്കുക. അഭിഷേക പ്രാർത്ഥനയുടെ സമയമാണ്. പുരുഷന്മാർ സ്ത്രീകളായിട്ട് മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുക. കർത്താവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്ക് തന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ നീ ഊതിക്കത്തി, അതിൻ്റെ അഭിഷേകത്തെ നീ ഊതിക്കത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ശിരസ് കൈവെക്കുക. 3 പേരാ നിൽക്കണമെങ്കിൽ 3 പേരായിട്ടും കൈ ശിരസിൽ വെക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മക്കളെ ഈശോ അഭിഷേകം ചെയ്യും. നേരത്തെ ധ്യാനത്തിൽ കേട്ട പുതിയ അഭിഷേകം, ഒരു പ്രഭാതത്തിലും വേണ്ടി വരുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകുന്ന അഭിഷേകം, എല്ലാത്തിനും തരം ജീവിക്കാനുള്ള ആവേശോജ്വലമായ ആത്മധൈര്യം നിങ്ങളിലേക്ക് നിവേശിപ്പിക്കുന്ന സമയമാണ്. അതേസമയം തന്നെ രോഗങ്ങൾ, പീഡകൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത സങ്കടങ്ങൾ എല്ലാം
ഈശോ ഏറ്റെടുക്കുകയും തടം ചെയ്യാനുള്ള ശക്തിയാൽ നിങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവ് വിലാപങ്ങളുടെ പുസ്തകം 3:23 പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന ദൈവമേ, ഇപ്പോൾ മക്കളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ പുതിയ സ്നേഹത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. കർത്താവ് സങ്കീർത്തനം 92:10 പ്രാർത്ഥിക്കുന്ന പുതിയ തൈലത്താൽ കർത്താവെ മക്കളെ അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ പുതിയ പരിശുദ്ധാത്മ വരദാനങ്ങളാൽ മക്കളെ അഭിഷേകം ചെയ്യണമേ കർത്താവെ. എസെക്കിയേൽ 36:26 പ്രാർത്ഥിക്കുന്നു. ഐ വിൽ ഗീവ് ന്യൂ സ്പിരിറ്റ്. കർത്താവെ, നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകാം, പുതിയ ആത്മാവിനാൽ നിന്നെ അഭിഷേകം ചെയ്യുമെന്ന് അളിച്ച കർത്താവെ, എല്ലാത്തിനെയും ഉടമ്പടി പാലിക്കുകയും ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ തിരിച്ചു പോരാൻ കൂട്ടക്കാതിരിക്കുകയും ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പുതിയ ഹൃദയത്താൽ അങ്ങ് മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എൻ്റെ ജനമേ, എസെക്കിയേൽ 37:13 പ്രാർത്ഥിക്കുന്നു. കല്ലറകൾ തുറന്ന് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ, നിങ്ങളെ ഉയർത്തിയപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാനാണ് നിന്റെ ദൈവമെന്ന്. കർത്താവെ, അനേകം കല്ലറകളിൽ അങ്ങയുടെ മക്കള് ചീഞ്ഞും ജഡമായി ജീവിതമില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കർത്താവെ കണ്ണീരോടെ ഇരിക്കുക. അവിടെയെല്ലാം ആത്മാവിനെ അവശേഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ 36:24 പ്രാർത്ഥിക്കുന്നു. ഐ വിൽ ഗീവ് ദം മൈ ന്യൂ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിനെ നിങ്ങളെ കയക്കും കർത്താവേ. കർത്താവ് ഹെബ്രായർ 4:6 പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പങ്കാളികളായിക്കൊണ്ട് അനുദിനമുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കർത്താവേ മക്കളെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ഉന്നതമായ നാമത്തിന് അടിപ്പട പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഐസയ 43:2 പ്രാർത്ഥിക്കുന്നു. അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ല, മുക്കിക്കളയത്തില്ല. കർത്താവേ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ. ഓരോ മക്കളിലേക്ക് കർത്താവേ അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സൗഖ്യം കർത്താവേ മക്കളിലേക്ക് അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങൾ ഭാഷാവരത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. റൂഹാദൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ദൈവത്തിൻ ചൈതന്യമേ, ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. പതുക്കെ കൈകളെടുക്കുക, അൾത്താരയിലേക്ക് തിരിയുക, കൈകൾ കൂപ്പി മുട്ടി നിൽക്കുക.
വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക.